അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ ഡ്രോണുകൾ. ജമ്മു ഏജൻസിയിലെ നൌഷേര സെക്ടറിൽ പാകിസ്ഥാൻ ഡ്രോണിനു നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഗൂഢപദ്ധതികളാണ് പാകിസ്ഥാൻ മെനയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. കൂടുതൽ ഡ്രോണുകൾ കണ്ടതായും വിവരമുണ്ട്. ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കണ്ടതിന് സമാനമായി രാത്രി പ്രകാശമാകുന്ന ട്രേസർ ആകാശങ്ങളുടെയും വെടിയുണ്ടകളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രോണുകൾ, തോക്കുകളോ മയക്കുമരുന്നുകളോ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈന്യം ഈ പ്രദേശം നിരീക്ഷിച്ചു വരികയാണ്. ശനിയാഴ്ച പാക് അധീന കാശ്മീർ ഭാഗത്തു നിന്നെത്തിയ ഒരു ഡ്രോൺ സംബ മേഖലയിൽ ആയുധങ്ങൾ നിക്ഷേപിച്ചിരുന്നു. ഡ്രോണുകൾക്ക് നേരെ മെഷീൻ ഗൺ ഉപയോഗിച്ചതായാണ് സൈന്യം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നിരവധി പാകിസ്ഥാൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടിരുന്നു. അതിനുശേഷം ഡ്രോൺ കുറഞ്ഞെങ്കിലും ഇന്നു മാത്രം 5 പാകിസ്ഥാൻ ഡ്രോൺ നുഴഞ്ഞുകയറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും നിക്ഷേപിക്കാനും സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാനും പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം സാംബയിലെ രാംഘട്ട് സെക്ടറിലെ ചക് ബാബ്രൽ ഗ്രാമത്തിന് മുകളിൽ വൈകുന്നേരം 7:15 മിന്നിമറയുന്ന പ്രകാശമുള്ള ഒരു ഡ്രോൺ പോലുള്ള വസ്തു ഏതാനും മിനിറ്റുകൾ പറന്നു നടക്കുന്നത് കണ്ടതായി അവർ പറഞ്ഞു. പുഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മാൻകോട്ട് സെക്ടറിലെ ടോപ്പയിലേക്ക് ടെയിന്റെ ദിശയിൽ നിന്ന് വൈകുന്നേരം 6:25 മറ്റൊരു ഡ്രോൺ പോലുള്ള വസ്തു നീങ്ങുന്നതായി കണ്ടതായും അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി സാംബ ജില്ലയിലെ ഐബിക്ക് സമീപമുള്ള ഗഗ്വാളിലെ പലൂര ഗ്രാമത്തിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ചതായി കരുതപ്പെടുന്ന ഒരു ആയുധശേഖരം സുരക്ഷാസേന കണ്ടെടുത്തു. 2 പിസ്റ്റളുകൾ, 3 മാഗസിനുകൾ, 16 റൗണ്ടുകൾ, ഒരു ഗ്രനേഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് അവർ പറഞ്ഞത്. ജമ്മുവിലെ കനക്ചക് സെക്ടറിലെ ഐബിക്ക് സമീപം ഞായറാഴ്ച തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരുടെ ഉപഗ്രഹ ആശയവിനിമയ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാസേന വൻതോതിൽ തിരച്ചിൽ നടത്തി. തുറയ ഉപഗ്രഹ ഉപകരണവുമായി ബന്ധപ്പെട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആശയവിനിമയം കണ്ടെത്തുകയും അതിന്റെ GPS സ്ഥാനം ട്രാക്ക് ചെയ്യുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉടൻ തന്നെ സൈന്യം, ജമ്മു കാശ്മീർ പോലീസിന്റെ SOG, BSF, CRPF എന്നിവരുടെ സംയുക്ത സംഘം പ്രദേശം വളഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചുവെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതുവരെ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും കൂടുതൽ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതിർത്തി ഗ്രാമമായ ജുലാസിൽ നിന്നുള്ള വില്ലേജ് ഡിഫൻസ് ഗ്രൂപ്പ് അംഗങ്ങളുമായി ഞായറാഴ്ച SSP പുഞ്ച് യോഗം ചേർന്നു. SOPകൾ കർശനമായി പാലിക്കുന്നതിനൊപ്പം ജാഗ്രത പാലിക്കാനും അവരുടെ ഗ്രാമങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായിരിക്കാനും വാളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകി. തുറയ ഉപഗ്രഹ ഉപകരണവുമായി ബന്ധപ്പെട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആശയവിനിമയം കണ്ടെത്തുകയും അതിന്റെ GPS സ്ഥാനം ട്രാക്ക് ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.